ഫ്ലോറിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കൊടുത്ത 50ഓളം ചോദ്യങ്ങൾ വെട്ടി നിരത്തി അതിനെ അൺസ്റ്റാർഡ് ആക്കി മാറ്റിയ സ്പീക്കറുടെ നടപടി ആദ്യം ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിനോട് ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ മര്യാദയുള്ള മറുപടി കിട്ടാത്ത സാഹചര്യങ്ങൾ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. ആ ബഹിഷ്കരിച്ചു പോരുമ്പോൾ ആ അവസരം മുതലെടുത്ത് സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനുമെതിരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലവാരമില്ലാത്ത പരാമർശങ്ങൾ സഭയിൽ നടത്തുകയും അത് സഭാരേഖയുടെ ഭാഗമാവുകയും ചെയ്തു. തിരിച്ചു വന്ന് ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. കാരണം അങ്ങനെ എന്തും പറഞ്ഞു കളയാം, എന്തും ചെയ്തു കളയാമെന്ന് ധരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സ്പീക്കർ വളരെ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയും അത് ശക്തമായി ഉന്നയിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ശക്തമായി ഉന്നയിക്കാൻ പരിശ്രമിച്ചപ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് പോലീസിനെ അയച്ച് സഭ നടത്തിക്കളയാം എന്ന് വിചാരിച്ചത് സ്പീക്കറാണ് വാച്ച് ആൻഡ് വാർഡിൻ്റെ സഹായം തേടിയത്. സ്പീക്കറാണ് പോലീസിനെ ഡയസിലേക്ക് കൊണ്ടുവന്നത്. പോലീസുകാരാണ് ഡയസിലുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രതിഷേധിച്ചു എന്ന് ശരിയാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ജനങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനവികാരം മുൻനിർത്തിയാണ് ഞങ്ങൾ ഇന്നത്തെ പ്രതിഷേധം സഭയിൽ നടത്തിയത്. പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ് സഭാ ടി വിയിലൂടെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് കാണുന്ന ദൃശ്യം വാച്ച് ആൻഡ് വാർഡ്മാർ മുഴുവൻ ഡയസിലുണ്ടായിരുന്നു, നിങ്ങൾ താഴെയായിരുന്നു. ഒരു ബലപ്രയോഗത്തിലൂടെയാണോ താഴേക്ക് ഇറങ്ങേണ്ടി? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഭരണപക്ഷത്തിൻ്റെയും സ്പീക്കറുടെയും ആരോപണം അല്ലെങ്കിൽ അവകാശവാദം എന്ന് പറയുന്നത് ഞാൻ ഡയസിൽ കയറി പ്രശ്നമുണ്ടാക്കുന്നതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾ കാണട്ടെ. എന്തിനാണ് 4 വട്ടും ക്യാമറയുണ്ട്? എന്തിനാണ് ജനങ്ങളിൽ നിന്നും നിങ്ങൾ ഈ കാഴ്ച മറച്ചു പിടിക്കുന്നത്? അതിന് ജനത്തിന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നിയമസഭയിൽ ഈ ക്യാമറയെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ ആദ്യം ആ വീഡിയോ പുറത്തുവിടും. എന്നിട്ട് മാത്യു കുഴൽനാടനാണോ തെറ്റ് ചെയ്തത്, അതെയോ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് അദ്ദേഹമാണോ ജനാധിപത്യ മര്യാദ ലംഘിച്ചത് എന്നുള്ളത് ജനം കാണട്ടെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ ശക്തമായി സഭയിൽ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ജനവികാരം അത്രമേൽ ഈ സർക്കാരിനെതിരാണ്. അത് നിയമസഭയിൽ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വവും ദൗത്യമാണ്. അത് ഞങ്ങൾ മുമ്പോട്ട് തന്നെ കൊണ്ടു. നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. വി ആർ റെഡി ടു ഫേസ് എനിത്തിങ്. മാത്യു കുഴൽനാടന്റെ പ്രതികരണമാണ് കണ്ടത്. സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു വന്നവരിൽ ആദ്യ 3 MLA-മാരിൽ ഒരാളാണ് മാത്യു കുഴൽനാടൻ. അവിടെ നിന്ന് വാച്ച് ആൻഡ് വാർഡിനെ കടന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിച്ചയിടത്താണ് ബലപ്രയോഗം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് സി ബാലകൃഷ്ണനും അൻവർ സാദത്തും അടക്കമുള്ളവർ ആ ബലപ്രയോഗത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃത്യമായി കാണുകയും ചെയ്യാം. പക്ഷെ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാൽ ആരാണ് ബലം പ്രയോഗിച്ചത് എന്നുള്ളത്, ആരാണ് നിയമം ലംഘിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകും എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം. അതാണ് ജനാധിപത്യ ലംഘനം എന്നുള്ളത് മാത്യു കുഴൽനാടൻ പറയുന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തുവിടും. പിന്നെ എന്തിനാണ് ഇത്രത്തോളം ക്യാമറകൾ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിയമസഭയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചത്. ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാൻ ശുപാർശ ചെയ്തത് 2022 ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം പരിഗണനക്കെടുക്കുന്നു. കാര്യോപദേശ സമിതിയുടെ 14ാമത്തെ റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക്